ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് താനൂർ കടപ്പുറത്താണ്. ഇവിടെ ചെറിയ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടി വലയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലയിൽ ബാക്കിയുള്ള മീനിൻ്റെ അവശിഷ്ടം തിന്നാൻ കാക്ക, കൊക്ക്, പൂച്ച ഒക്കെ ഉണ്ട്. എന്നെപ്പോലെ വേറെയും ചില ആളുകൾ, പ്രഭാത നടത്തത്തിനിടങ്ങിയ ആളുകൾ ഇവിടെ കാഴ്ച കാണാൻ വേണ്ടിയുണ്ട്. താനൂർ കടപ്പുറം കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ള ഒരു തീരദേശമാണ്. മനോഹരമായ കടൽ തീരത്തിന് പേരുകേട്ട ഇവിടം ഒരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രം കൂടിയാണ്. താനൂരിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ നിരവധി പുരാതനമായ പള്ളികളും ക്ഷേത്രങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. താനൂരിൽ ഒരു ഹാർബറുണ്ട്. മലപ്പുറം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ഹാർബർ. ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗവും മത്സ്യബന്ധനമാണ്. നിരവധി മത്സ്യബന്ധന ബോട്ടുകളും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട മറ്റ് കച്ചവട സ്ഥാപനങ്ങളുമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തുകാരുടെ അവധി ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് വേണ്ടി ആളുകൾ കടലിൽ പോകാത്ത ആ ദിവസമാണ് ഈ ഭാഗത്തുള്ള കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ എന്നിങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം ഒന്നിച്ചു ചേരുന്ന എല്ലാ പരിപാടികളും വെള്ളിയാഴ്ച ദിവസമായിരിക്കും. കേരളത്തിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വലകൾ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ കണ്ടതടക്കമുള്ള ഒരുപാട് തരത്തിലുള്ള വലകളുണ്ട്. അതിനെയൊക്കെ പല പേരിലാണ് അറിയപ്പെടുന്നത്. വ്യത്യസ്തമായ ഉപയോഗ രീതികളാണ്, വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചീനവല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ചൂണ്ടവല, കോരുവല, കരിങ്കുവല, ഓലച്ചൂണ്ടുവല, കമ്പവല, ചാളവല, അങ്കൂശുവല, തട്ടുമടി വല, കോട്ടുവല എന്നിങ്ങനെ ഒരുപാട്, റാന്തൽ വല, കല്ലുവല ഇങ്ങനെയൊക്കെ പേരുകളിൽ പല പല വലകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇത് താനൂരിലുള്ള പുലിമുട്ടാണ്. പിന്നെ കേരളത്തിൽ പ്രധാനമായും മത്സ്യബന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് 2 തരത്തിലുള്ള തോണികളാണ്. അതിലൊന്ന് പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിന് വേണ്ടി നിർമ്മിച്ച വള്ളങ്ങളാണ്, മരം കൊണ്ടുള്ള. പിന്നെ യന്ത്രവൽകൃതമായ ബോട്ടുകളും. കൂടുതൽ ആളുകൾക്ക് കടലിൽ പോയി മീൻ പിടിക്കാനൊക്കെ സാധിക്കുന്ന വലിയ ബോട്ടുകളും ഇന്ന് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. പുലിമുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടലിലേക്ക് തള്ളി നിൽക്കുന്ന, നമ്മളിപ്പോൾ കാണുന്നത് പോലെ വലിയ വലിയ കല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ ഒക്കെ നിർമ്മിക്കുന്ന ഭിത്തിയാണ്. ഇത് തിരമാലകളുടെ ശക്തി കുറക്കാനും അതുപോലെ തന്നെ കടൽക്ഷോഭത്തിൽ നിന്ന് ഹാർബറിനെയും തീരപ്രദേശങ്ങളുമൊക്കെ സംരക്ഷിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പുലിമുട്ടിൻ്റെ നീളവും അതിൻ്റെ കനമൊക്കെ അത് നിർമ്മിക്കുന്ന തീരത്തിൻ്റെ പ്രകൃതി സ്വഭാവങ്ങൾക്കനുസരിച്ചൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഹാർബറിലെത്തുന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കുമൊക്കെ മത്സ്യത്തെ ഇറക്കാനും അതുപോലെ തന്നെ ചരക്ക് കയറ്റാനുമൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ് പുലിമുട്ട് നിർമ്മിക്കുന്നത്. തിരകളുടെ തള്ളൽ ആ സമയത്ത് ഹാർബറിൽ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ ട്രോളിംഗ് നിരോധനവും മറ്റുമൊക്കെ വരുമ്പോൾ ബോട്ടുകൾ വിശ്രമിക്കുന്ന സമയത്തും തിരകൾ അധികം തള്ളാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് പുലിമുട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. താനൂരിലെ പുലിമുട്ട് ശക്തമായ കടലാക്രമണത്തിൽ പല വർഷങ്ങളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഒരുപാട് ദൂരം നമുക്ക് വളരെ സുഖമായി നടന്നു പോകാനും കടലിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാനൊക്കെ സാധിക്കും.